നമസ്കാരം. കർക്കിടക രാശിക്കാർക്ക് ഇതാ പിടിച്ചോ, രാജയോഗം. രാഹുവിൻ്റെ സാമ്രാജ്യം തന്നെ തുടങ്ങി. മഹാപരിവർത്തനം. കലിയുഗത്തിലെ രാജാവ് നിങ്ങൾക്കിതാ രാജയോഗം സൃഷ്ടിച്ചിരിക്കുന്നു. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്, ദയവായി പോയി കാണണം. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ സമയം എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നും എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നതെന്നും പിന്നെ അതിനെ ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ചില ഉപായങ്ങളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റിൽ ഒരു വാസ്തു ടിപ്പും തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എൻ്റെ വരെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഒരു കമൻറ്റ്, നിങ്ങളുടെ നക്ഷത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. 2025 മെയ് 18 മുതൽ രാഹു നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനാണ് പോകുന്നത്. 29 മാർച്ച് 2025 മുതൽ കണ്ടകശനിയുടെ കാലവും നിങ്ങൾക്ക് 2.5 വർഷത്തെ ശനിയായിരുന്നല്ലോ, അതും അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്കൊരു ആശ്വാസം തന്നെ കിട്ടിയെന്ന് പറഞ്ഞേക്കാം. ഇതിൽ എനിക്കും ഒരു സംശയവുമില്ല. നിങ്ങൾക്ക് അത് അനുഭവപ്പെടുന്നുണ്ടോ? ഒക്ടോബർ 2023 മുതൽ നിങ്ങളെ കണ്ടകശനി വളരെയധികം കഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഇനിയും ഇതിലും കളിച്ചത് ആരാണെന്നറിയാമോ? രാഹു മഹാരാജ് തന്നെയാണ്. രാഹു മീനൻ രാശിയിൽ ആയിരുന്നു. അപ്പോൾ മീനൻ രാശിയുടെ സ്വാമിയായ ഗുരുവിൻ്റെ കൂട്ടത്തിലായിരുന്നു. അപ്പോൾ ഗുരു രാഹുവിനെ ഒന്നും ചെയ്യാൻ അനുവദിക്കുകയില്ല. ഗുരുവല്ലേ. ഗുരു വേറെ ആരുടെയാണ് പറയുന്നത് അനുസരിച്ച് ഗുരു പറയുന്നത് മാത്രമേ ഗുരു കേൾക്കൂ. അതുകൊണ്ടാണ് രാഹു നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ തരാതെ പോയത്. കഴിഞ്ഞ കാലം നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന കാര്യത്തിന് വരെ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഈ കാര്യം നടക്കും, അതിനു വരെ തടസ്സങ്ങളായിരുന്നു അല്ലേ? ദാമ്പത്യത്തിലും വ്യാപാരത്തിലും ഉദ്യോഗത്തിലും വിദ്യാഭ്യാസത്തിലും എല്ലാ മേഖലകളിലും തടസ്സങ്ങൾ തന്നെ ആയിരുന്നു അല്ലേ? എല്ലാവരും കമൻറ്റ് ചെയ്യുക. എന്തെന്നാൽ രാഹു ഭാഗ്യസ്ഥാനത്ത് ആയിരുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഇതാ രാഹു 2025 മെയ് മുതൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ തരുവാനായിട്ട് പോകുന്നു. രാഹു അനുകൂലമായ സ്ഥിതിയിൽ ഒരു ദരിദ്രനെ പോലും രാജാവാക്കാൻ കഴിവുള്ളതാണ് രാഹു എന്ന് പറയുന്നത് അനന്തമാണ്. രാഹു ഞൊടിയിടയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തരാനുള്ള കഴിവ് ഉണ്ട്. രാഹു മെയ് 18 മുതൽ അഷ്ടമഭാവത്തിൽ വരുന്നതോടുകൂടി നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തരുവാനുള്ള കഴിവ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് വ്യാപാരത്തിലും ഉദ്യോഗത്തിലും വിദ്യാഭ്യാസത്തിലും ദാമ്പത്യ ജീവിതത്തിലും അങ്ങനെ നിങ്ങൾക്ക് എബ്രോഡ് പോകണമെങ്കിൽ അങ്ങനെ ആ സുഖവും എല്ലാം തരുവാൻ റെഡിയായിട്ടാണ് ഇരിക്കുന്നത്. രാഹു എന്ന് പറയുന്നത് ഒരു ഷാഡോ പ്ലാനറ്റാണ്. അത് ഞൊടിയിടയിൽ എല്ലാ സൗഭാഗ്യങ്ങളും തരുവാൻ കഴിവുണ്ട്. രാഹു എന്ന് പറയുന്നത് അൺലിമിറ്റഡ്. എത്ര വേണമെങ്കിലും നിങ്ങൾ എത്ര ചോദിച്ചാലും എല്ലാം തരും. പക്ഷേ എല്ലാത്തിനും നിങ്ങളുടെ ചില കണ്ടീഷൻസും ഉണ്ട്. നിങ്ങളുടെ ബാഡ് ഹാബിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എല്ലാം മാറ്റി മനസ്സിനെയും ശരീരത്തെയും നല്ലൊരു പോസിറ്റീവ് എനർജിയിൽ നിർത്തണം. എങ്കിൽ മാത്രമേ ആ എനർജിയെ നിങ്ങൾക്ക് സ്വീകരിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ എല്ലാവരും നിങ്ങൾക്ക് എന്തെല്ലാം വേണമെന്ന് നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു പേപ്പറിൽ എഴുതി അതിനെ എന്നും നിങ്ങൾക്ക് വായിക്കുക. ഒരു 11 തവണയിലും നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതി അങ്ങനെ ആഗ്രഹിച്ചാൽ മാത്രമാണ് തരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഒന്നുമില്ല, ഇത്ര നാളും എനിക്ക് കഷ്ടമായിരുന്നു, ഇനി എങ്ങനെയാണ് എനിക്ക് കഷ്ടങ്ങളെല്ലാം പോകുന്നത് അങ്ങനെ ഒരു ചിന്ത ഒന്നും വരാതെ അങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ രാഹു പറയും, ഇങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യത്തില്ല. അതിനെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ നശിച്ചതാണ്, നിങ്ങൾക്കൊന്നുമില്ല, അങ്ങനെയൊക്കെ അതിന് മാത്രം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യമാണ് രാഹു നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ നെഗറ്റീവ് എനർജി എല്ലാം കളഞ്ഞ് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴും വയ്ക്കണം. നിങ്ങളുടെ കോർട്ടിലാണ് ഇപ്പം ബോൾ വന്ന് വീഴ്ന്നിരിക്കുന്നത്. ആ ബോളിനെ ഏത് ദിശയിലോട്ട് വിടണമെന്ന് നിങ്ങളുടെ കയ്യിലാണ് അതിൻ്റെ കടിഞ്ഞാൺ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള നല്ല ആവശ്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ച് അതിനെ എഴുതി അതിനെ വിഷ്വലൈസ് ചെയ്ത് എന്നിട്ട് നിങ്ങൾ
ചന്ദ്രമയെ നിങ്ങൾ ബാലൻസ് ചെയ്ത് ഇരിക്കണം. ഓക്കെ. കർക്കിടക രാശിയുടെ സ്വാമി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പിന്നെ ജലതത്വമാണ്. അപ്പോൾ ജലതത്വം ആയതുകൊണ്ട് തന്നെ ചന്ദ്രമയാണ്. ഓക്കെ. അപ്പോൾ ജലതത്വം, ചന്ദ്രമ എന്ന് പറഞ്ഞാൽ ജലതത്വം. അപ്പോൾ ജലതത്വം ആയതുകൊണ്ട് തന്നെ ഇത് ഒരു ചഞ്ചലമായിട്ടുള്ള ഒരു സ്വഭാവമാണ് നമുക്ക് കർക്കിടക രാശിക്കാർക്ക് ഉള്ളത്. അതുകൊണ്ട് നല്ല 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 സ്ഥലത്ത് നല്ല ഗോളിന് വേണ്ടി ആ ആഗ്രഹങ്ങൾ എല്ലാം നിങ്ങൾ വയ്ക്കണം. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് എനർജി എല്ലാം കളഞ്ഞ് മനസ്സിനെ, മൈൻഡിനെ, ശരീരത്തെ സ്ട്രോങ് ആയി വെക്കുക. ഓക്കെ. അപ്പോൾ 18 മെയ് മുതൽ നല്ല ഒരു മാറ്റം തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് നിങ്ങൾക്ക് വരുവാൻ പോകുന്നതെന്ന് നോക്കാം. കുറേ കാലമായി നടക്കാതെ പോയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും നടന്നിരിക്കും. പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതിനും വലിയ വാഹനങ്ങൾ വാങ്ങിക്കുന്നതിനും, ഇപ്പം നിലവിലുള്ളതിനേക്കാളും വലിയ വാഹനം വാങ്ങിക്കുന്നതിനും, പുതിയ ബിസിനസ് തുടങ്ങുന്നതിനും, വീട് വാങ്ങിക്കുന്നതിനും, പുതിയ നല്ല ജോലി കിട്ടുന്നതിനും, കോർട്ട് കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എല്ലാം തീരുന്നതിനും, പിന്നെ കൃഷി ചെയ്യുന്നവർക്ക് അതിലും ലാഭം, പിന്നെ സേവിങ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു ഇൻകം ഉണ്ടെങ്കിൽ വേറൊരു എക്സ്ട്രാ ഇൻകം കൂടെ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഓക്കെ. അതുപോലെ തന്നെ സമാജത്തിൽ നല്ല ഒരു പേരും പെരുമയും ഒക്കെ നിങ്ങൾക്ക് ഈ രാഹു കൊണ്ട് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ സംസാരം നിയന്ത്രിക്കണം. ഓക്കെ. ആവശ്യമില്ലാത്ത ഒന്നും സംസാരിക്കാതിരിക്കുക. ഷോർട്ട് കട്ട്, നിങ്ങൾക്ക് ഒത്തിരി ലാഭം കിട്ടുന്നതിന് വേണ്ടി ഷോർട്ട് കട്ടൊന്നും യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലൊക്കെ നിങ്ങൾക്ക് ഷെയർ വാങ്ങിക്കുകയും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത് കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ചെയ്യാൻ നോക്കണം. അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് നിങ്ങൾക്ക് ഇപ്പോൾ അത്ര നല്ലതല്ല. ദാമ്പത്യ ജീവിതത്തിൽ ചില കലഹങ്ങൾ വന്നേക്കാം. അത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി രണ്ടുപേരും പറഞ്ഞ് മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. അതുപോലെ റിലേഷൻസിനൊക്കെ അതാ പറഞ്ഞ് കമ്മ്യൂണിക്കേഷൻ ശരിയാക്കി വെക്കണം. റിലേഷൻസൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ അമ്മയുടെ ഹെൽത്തിന് കുറച്ച് പ്രോബ്ലങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അമ്മ ടേക്ക് കെയർ ഓഫ് യുവർ പേരൻസ്. പിന്നെ ഉപായം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കർക്കിടക രാശിക്കാരുടെ സ്വാമി തന്നെ ചന്ദ്രമയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വെള്ളം, ഹൈഡ്രേഷൻ നല്ലപോലെ നോക്കുക. പിന്നെ ശിവക്ഷേത്രത്തിൽ പോവുകയും രുദ്ര അഭിഷേകം മന്ത്ലി വൺസ് ചെയ്യുന്നതും നല്ലതായിരിക്കും. പിന്നെ രാഹുമന്ത്രം 108 പ്രാവശ്യം ചൊല്ലുന്നത് നല്ലതാണ്. വീട്ടിൽ ഒരു പീക്കോക്കിൻ്റെ മയിൽപ്പീലി കൊണ്ട് വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങളുടെ സെൽഫ് കെയർ ചെയ്യുക. ഓക്കെ. മെഡിറ്റേഷൻ ചെയ്യുക, യോഗ ചെയ്യുക. ഓക്കെ. ഇതും നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ ശരിയാക്കുന്നതിന് ഇത് വളരെ പ്രയോജനപ്പെടുന്നതാണ്. മെഡിറ്റേഷൻ ഡെയിലി ഒരു 10 മിനിറ്റ് ചെയ്യുക. യോഗ ഒരു 20 മിനിറ്റ് എങ്കിലും നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ ബോഡിയും മൈൻഡിനെ കൺട്രോൾ ചെയ്ത് ആ എനർജിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ റെഡിയായിരിക്കും. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വാസ്തു ടിപ്പ്, നിങ്ങളുടെ വീട്ടിലെ കിച്ചൺ അഗ്നികോണിൽ ആണെങ്കിൽ, അഗ്നികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് കോർണറിൽ ആണെങ്കിൽ അവിടെ ബ്ലാക്ക് കളറിലെ ടൈൽസ് സ്ലാബ് കൗണ്ടർ ടോപ്പ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടതാണ്. അത് അവിടെ ബ്ലാക്കോ ബ്ലൂവോ ഒക്കെ അത് വാട്ടർ എലിമെൻ്റാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ അഗ്നിയിൽ വാട്ടർ എലിമെൻറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു എനർജി ഉണ്ടാകുകയില്ല. അപ്പോൾ അവിടെ യൂസ് ചെയ്യേണ്ട കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് വൈറ്റ്, ഓറഞ്ച് കളറ്, പിങ്ക് കളറിലെ, അപ്പോൾ റെഡ് കളറിൻ്റെ ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നത്. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് പേരൻ്റ് കളറായ ലൈറ്റ് ഗ്രീൻ കളറും നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ചൈൽഡ് കളറായ മസ്റ്റർഡ് കളറും ലൈറ്റായിട്ടുള്ള യെല്ലോ കളറും ഒക്കെ നിങ്ങൾക്ക് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് അങ്ങനെയുള്ള കളറൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ കൗണ്ടർ ടോപ്പ് ബ്ലാക്ക് കളർ ആണെങ്കിൽ നിങ്ങൾ ഒരു വിനൈൽ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഷീറ്റ് വരും, അത് വാങ്ങിച്ച് നിങ്ങൾക്ക് അതിൽ ഒട്ടിക്കാവുന്നതാണ്. അപ്പോൾ ഈ വിനൈൽ ഷീറ്റ് ആമസോണിലൊക്കെ വളരെ ചീപ്പായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ വാസ്തു ടിപ്പ്. അതുപോലെ എല്ലാവരും വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മടിക്കണ്ട. ഓക്കെ. എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഈ എനർജിയെ നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക. സ്റ്റേ ബ്ലെസ്ഡ്.